അപമര്യാദയായി പെരുമാറിയതിന് നടനെതിരെ ശബ്ദമുയർത്തിയതിനാൽ തന്നെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചെന്ന് ചലച്ചിത്ര താരം ഡോക്ടർ ശിവാനി ഭായ്. ഈ ശ്രമം തടഞ്ഞത് മോഹൻലാലാണ്. മലയാള സിനിമയിൽ മാറ്റങ്ങൾക്ക് തുടക്കമായെന്ന് അവർ പ്രതികരിച്ചു. സംഘടനാ ഭാരവാഹികളുടെ കൂട്ടരാജിയോട് യോജിക്കുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 15 വർഷത്തോളമായി മലയാള സിനിമയിലുള്ള ഒരു അഭിനേത്രി, അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലും സജീവമായ ഡോക്ടർ ശിവാനി ഭായ് ആണ് എന്നോടൊപ്പം ചേരുന്നത്. മലയാള സിനിമയിലെ നല്ലതും ചീത്തയുമായ ഒരു അനുഭവങ്ങളാണ് നമ്മളോട് പങ്കുവെക്കാനുള്ളത്. അത് ശിവാനി ഭായിയോട് തന്നെ ചോദിക്കാം. ഒരു തിക്താനുഭവം ഒരിക്കൽ ഉണ്ടായി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതെന്തായിരുന്നു? അല്ല, ജസ്റ്റ് എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ കഥയിലൊന്ന് ജസ്റ്റ് മുട്ടിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് അതിന് നീതി ലഭിച്ചിട്ടുണ്ട്. കാര്യം ഞങ്ങൾ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും കംപ്ലയിൻറ്റ് ചെയ്ത് അപ്പം തന്നെ സോൾവ് ചെയ്ത് തന്നു. അതല്ലാതെ പരിഹരിക്കപ്പെടാത്തതായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ ആ ഒരു എല്ലാ പ്രോബ്ലംസും അതിൻ്റെതായ രീതിയിൽ സീരിയസ് ആയിട്ട് എടുത്തിട്ട് പോയി പരാതിപ്പെട്ടാൽ നമുക്ക് അതിന് നീതി ലഭിക്കും. അപ്പം അങ്ങനെ ഒരു വാതിൽ മുട്ടുന്ന ഒരു അനുഭവം ഉണ്ടായി. അതിനെ ചോദ്യം ചെയ്തപ്പോൾ, ഇല്ലെങ്കിൽ അത് പരാതിപ്പെട്ടപ്പോൾ അതിൻ്റെ പേരിൽ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക, അത്തരം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നു? മാറ്റി നിർത്തപ്പെടുക എന്ന് വെച്ചാൽ നമുക്ക് പടങ്ങൾ കുറവായിരുന്നു. ഒരു സമയത്ത് പടം വരും, പിന്നെ അത് എന്താ പറയുക, ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു. കാര്യം വരുന്നുണ്ടായിരുന്നു, പക്ഷേ പിന്നെ അതങ്ങ് അഡ്വാൻസ് വരെ പോകും. അത് കഴിഞ്ഞിട്ട് ആ പടം അങ്ങ് തട്ടി പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് എനിക്ക് എൻ്റെതായ റീസൺ എന്ന് വെച്ചാൽ ഡയറക്ടറും പ്രൊഡ്യൂസറുമാണ് തീരുമാനിക്കേണ്ടത് ആരെ വെക്കണം എന്നുള്ളത്. പിന്നെ ചില ആർട്ടിസ്റ്റുകൾക്ക് തോന്നും, ഇവർ എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന ആർട്ടിസ്റ്റുകൾ പറയുമായിരിക്കാം, ഏതവരെ വേണ്ട എന്ന് പറയുമായിരിക്കും. അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? കാര്യം പടം പ്രൊഡ്യൂസ് ചെയ്യുന്നതും അവരുടെ സ്വാതന്ത്ര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചൈന ടൗൺ എന്ന സിനിമയിൽ അത്തരത്തിൽ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നടക്കുകയും പിന്നീട് ചിലരുടെ ഇടപെടലിൽ അത് സോൾവ് ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്, അതെന്തായിരുന്നു സംഭവം? ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥവിൽ മുട്ടിയ ആള് തന്നെയാണോ പറഞ്ഞത്? അതെ, കഥവിൽ മുട്ടിയ ആളാണ് പറഞ്ഞത്. അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരു 2-3 ദിവസത്തിന് ശേഷം ലാൽ സാറിന്റെ ചെവിയിലെത്തുന്നത് അത് 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്, റൂമിൽ വെയിറ്റ് ചെയ്യാണ്, ഇങ്ങനെയൊക്കെ അറിഞ്ഞത് ലാൽ സാർ ഇത് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ സാർ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ഒരു പെൺകുട്ടിയെ നമ്മളങ്ങനെ കൊണ്ടുവന്ന് ഇൻസൾട്ട് ചെയ്ത് വിടാൻ പാടില്ല. ഉറപ്പായിട്ടും അവർ ഇവിടെ നിന്ന് ഈ സെറ്റിൽ നിന്ന് പോകുമ്പോഴത്തേക്കും അഭിനയിച്ചിട്ടായിരിക്കണം പോകേണ്ടത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അതിൽ അഭിനയിക്കാനും സാധിച്ചു ഇല്ലേ? ഡെഫിനറ്റ്ലി. അപ്പോൾ ഞാൻ പറയുന്നില്ലേ, ഒരു ഉപദ്രവം എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മൾ പിടിച്ചണയ്ക്കാനും ആളുകളുണ്ട് ഇതിനകത്ത്. എല്ലാവരും മോശമല്ല. ഒരു 90% ആളുകൾ നല്ല ആളുകളാണ്. ഒരു 10% ഉണ്ടാവും. അത് എല്ലായിടത്തും ഉണ്ടാവില്ല, എല്ലാ മേഖലകളിലും ഉണ്ടാവില്ല ഒരു 10%. അതുപോലെ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൽ മോഹൻലാൽ ഇടപെട്ടു, ആ പ്രശ്നം സോൾവ് ചെയ്യപ്പെട്ടു. അതുപോലുള്ള ഇടപെടലുകൾ സജീവമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ഉയരുന്ന പരാതികൾ പലതും ഒഴിവായി പോകുമായിരുന്നില്ലേ? പിന്നെ നമുക്കറിയില്ലല്ലോ ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ. ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് ഒരു 5-6 പടങ്ങളാണ്. അപ്പോൾ അതിനകത്ത് എല്ലാവരും ഫ്രണ്ട്ലി ആയിരുന്നു. എന്താ പറയുക, ക്രൂവും നമ്മുടെ എന്താ പറയുക ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മുടെ താരത്തും അങ്ങനെ ഒരു മോശമായിട്ടുള്ളൊരു ഈ ഒരു ഇൻസിഡൻറ്റ് ഒഴിച്ച് വേറൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ അത്തരം നല്ല ഫ്രണ്ട്ലിയായി ഈ സിനിമാ മേഖലയിൽ നിൽക്കാൻ, ഇല്ലെങ്കിൽ അവിടെ അഭിനയിക്കുമ്പോൾ അത്തരം ഒരു സപ്പോർട്ട് കിട്ടാൻ ഈ ഡോക്ടർ എന്ന പദവിയും നമുക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. ഇപ്പോൾ +2 വരെ പഠിച്ച ആളുകളും ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടറേറ്റിൻ്റെ കാര്യമൊന്നും ഇല്ല ഇതിനകത്ത്. ഞാൻ പഠിച്ചത്, എനിക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു, ഞാൻ പഠിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു. ഒരു വർഷം പോലും ഞാനങ്ങനെ ഗ്യാപ്പ് എടുത്തില്ല. ഞാൻ ആദ്യം എഞ്ചിനീയറിങ്ങിനായിരുന്നു. അത് ഡ്രോപ്പ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സിനിമ ചെയ്യാൻ വന്നപ്പോഴത്തേക്കും രഘുനാഥ് പലേരി എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ഒരു പടം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പഠിക്കുക, കാര്യം നീ അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല, പഠിക്കൂ എന്ന് പറഞ്ഞു. സോ അത് കേട്ടിട്ട് ഞാൻ പിന്നെയും പഠിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പം അമ്മ സംഘടനയിൽ കൂട്ടരാജി വെച്ച് എല്ലാവരും ഒഴിഞ്ഞു. ഇനി 2 മാസത്തിനുള്ളിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഈ പുതിയ ഭാരവാഹികളൊക്കെ വരുമ്പം പൊതുവിലൊരു അഭിപ്രായം വരുന്നത് സ്ത്രീകൾ കൂടി ഒരു അവിടെ കൃത്യമായ ഒരു സ്ഥാനം ലഭിക്കണം, കീ പോസ്റ്റിലേക്ക് സ്ത്രീകളടക്കം വരണം. അത് അങ്ങനെ വന്നാൽ അതും ഈ അമ്മ എന്ന സംഘടനയ്ക്കും സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഇത്തരം പീഡനങ്ങൾ നേരിടുന്നതിനൊരു പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ ഉള്ള ഒരു രാജിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അതിനോട് പേഴ്സണലി അഭിപ്രായമില്ല. രാജിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാര്യം രാജിവെച്ചാലും കുറ്റം, രാജിവെച്ചില്ലേലും കുറ്റം. അപ്പോൾ അതിൽ തന്നെ ആ പോസ്റ്റിൽ തന്നെ ഇരുന്ന് നമ്മൾ ഇന്നസെൻ്റ് ആണെന്നുള്ളത് തെളിയിക്കണമായിരുന്നു. തെളിയിച്ചിട്ട് വേണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാമായിരുന്നു. കാര്യം അവർക്കറിയാമല്ലോ അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. പിന്നെ ആ രാജിയുടെ ആവശ്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പുതിയ ഭാരവാഹികൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് അതിൻ്റെതായ ഒരു പരിഗണന കിട്ടണം. അത് ഈ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ?
ഇനി അങ്ങോട്ട് വലിയൊരു മാറ്റം വരും. കാര്യം ഇപ്പം അത് തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു വലിയ മാറ്റം ഉണ്ടാവും. ഇനി ഇങ്ങനെയുള്ള എന്താ പറയുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ഒരു 90% വരെ മാറ്റാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി മുന്നോട്ട് പോയി അത്തരത്തിൽ യഥാർത്ഥ കുറ്റക്കാരുണ്ടെങ്കിൽ ആ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഒരു സ്ത്രീ, അതേപോലെ എന്താ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്തത് ആരാണോ അവർ ശിക്ഷിക്കപ്പെടണം. അതിൽ ഒരു എന്താ പറയുക, ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ പലരെയും ഒഴിവാക്കുന്നു, പ്രത്യേക താല്പര്യം വെച്ചിട്ട് ഒരു പവർ ഗ്രൂപ്പ് ഇതിൽ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം ഒരു സംവിധാനം ഇതിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റപ്പെടേണ്ടത് തന്നെയല്ലേ? നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാര്യം ഒരു സെറ്റിൽ 40-45 ദിവസം ഒരു സിനിമ മിനിമം 45 ദിവസം കാണും. അപ്പോൾ ഈ 45 ദിവസവും അയാൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ അയാൾക്ക് വർക്ക് ചെയ്യാൻ റെഡിയാവും. താങ്കൾ വർക്ക് ചെയ്യൂ? ഇല്ല. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ല. എൻ്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെ ഞാൻ ഒരാളുടെയും തൊഴിൽ നിഷേധിക്കില്ല, ഒരാളെ ഞാൻ ഉപദ്രവിക്കില്ല. കാര്യം ഇപ്പോൾ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ അതുപോലെ അല്ലല്ലോ എന്താ പറയുക, ആ 45 ദിവസം വർക്ക് ചെയ്യണം, ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ ആരും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എനിക്ക് പവർ ഗ്രൂപ്പിനെ പറ്റി ഒന്നും അറിയത്തില്ല, അത് ആരാണെന്ന് പോലും അറിയില്ല. ഇനിയും ഉള്ള മലയാള സിനിമയുടെ മുന്നോട്ടുള്ള പോക്ക് അത് കുറച്ചുകൂടി നല്ല രീതിയിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും. കാര്യം ഇപ്പം തന്നെ വലിയൊരു മാറ്റം വന്നിട്ടില്ലേ? ഇനി അങ്ങോട്ട് നന്നായി പോകുന്നത് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ സിനിമ ഇപ്പോൾ സംഘടന, അമ്മ എന്ന് പറഞ്ഞ സംഘടന, അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, അവർ ഒരുപാട് ധനസഹായം ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്, ഒരു സംഘടനയാണ്. അപ്പോൾ സിനിമയ്ക്ക് ഒരു സംഘടന ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ 10 പേര് ചേർന്നാൽ ഒരു സിനിമ എടുക്കാൻ പറ്റും. അപ്പോൾ സിനിമയുടെ ഒരു സംഘടന അതൊരു കൂട്ടായ്മയാണ്. ഒരു എന്താ പറയുക, സുഹൃത്തുക്കൾ ചേർന്ന് അവർ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കൂട്ടായ്മയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഞാൻ അതിൽ മെമ്പറല്ല. കാര്യം ഞാൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്. എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഇനിയുള്ള മലയാള സിനിമയിൽ മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ സജീവമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോൾ കുറച്ച് സമയക്കുറവുണ്ട്. കാര്യം സമാജ്വാദി പാർട്ടിയുടെ കൾച്ചറലിൻ്റെ നാഷണൽ ജനറൽ സെക്രട്ടറിയാണ്, പിന്നെ വീൽഷെയർ ക്രിക്കറ്റിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. സോ എനിക്ക് എൻ്റെതായ സമയക്കുറവുണ്ട്. പക്ഷേ ഇപ്പോൾ പടങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സുഖമായതിനു ശേഷം ഇപ്പോൾ പടങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നോക്കി സമയമൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തു തന്നെയായാലും മലയാള സിനിമയിൽ ഒരു മാറ്റത്തിന് തുടക്കമാകുന്നു എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം മലയാള സിനിമയിലും സജീവമാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിൽ നല്ല ഒരു ദിനം ഇനിയുള്ള ദിവസങ്ങളിൽ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.